നാളുകൾക്ക് ശേഷം വീണ്ടും വന്നേക്കുവാണ്. മൈൻക്രാഫ്റ്റ് പുതിയ അപ്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചാടി ഓടി കയറി. നമ്മൾ റോബ്ലോക്സൊക്കെ വിട്ട് ഗൈസ്. ലൈക്ക് റോബ്ലോക്സ് വിടാൻ കാരണം ഞാൻ തന്നെ കാണിച്ചു തരാം. വട്ട് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്. ഉണ്ട് 2 അക്കൗണ്ട്. ബഞ്ചി എൻ്റെ അക്കൗണ്ട്, പിന്നെ ഈ ബൊമ്പർദിയിലോ ബൊമ്പർദി എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് കയറാനായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ സിങ് ഔട്ട് ചെയ്തു. എന്നിട്ട് അവൻ്റെ അക്കൗണ്ടിൻ്റെ പാസ്വേഡെല്ലാം അടിച്ച് നോക്കി ഞാൻ കയറി. അവസാനം ഞാൻ അവൻ്റെ അക്കൗണ്ടിൽ കയറിയപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ് പോലെ അവൻ്റെ ഇമെയിൽ വേണം, പിന്നെ അവൻ്റെ ഫോണിൽ ഒരു 4 ഡിജിറ്റ് നമ്പർ വരും, അത് നമുക്ക് വേണം. അപ്പോൾ ഞാൻ ട്രാപ്പായി. പിന്നെ ഞാൻ ബഞ്ചി തിരിച്ചു കയറാൻ നോക്കുമ്പോഴേക്കും പാസ്വേഡ് ചോദിച്ചു. എനിക്ക് പാസ്വേഡ് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ പുതിയ അക്കൗണ്ട് എടുക്കണമെന്നും പറഞ്ഞിരിക്കുവാണ്. പിന്നെ ഞാൻ ഫ്രീ ഫയർ ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്തോന്നറാ. ഇപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റ് തന്നെ പോവാം. കുറേ നാളുകൾക്ക് ശേഷം മൈൻക്രാഫ്റ്റിലേക്ക്. ഇത് എൻ്റെ സോൾഫർ അപ്ഡേറ്റ് അല്ലേ. നമുക്ക് പീസ്ഫുൾ പോയ മോബ്സിനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഓ, ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ആളെ കിട്ടും. എവിടെ എൻ്റെ സണ്ണി? അത് തന്നെ, എപ്പോഴും ഞാൻ സണ്ണീനായിട്ടാണ് കളിക്കുന്നത്. സണ്ണി ദി ഗോഡ്. സണ്ണിയാണ് പൊളി. സണ്ണി പക്ഷേ വേഗം ഹംഗ്രി ആവും. എന്തായാലും എനിക്കൊരു സോൾഫർ ബോയമിൻ്റെ അടുത്ത് സ്പോണായാൽ മതി. എപ്പോഴത്തേയും പോലും ഒരു പഴയ സ്പോണുണ്ട്, എപ്പോഴും കിട്ടുന്ന ഒരു സ്പോണുണ്ട് ഒരു വില്ലേജിൻ്റെ അടുത്ത്. ആ വില്ലേജ് ആണെങ്കിൽ കൊള്ളത്തുമില്ല. നമ്മൾ ഈ ഭയം കണ്ടുപിടിക്കണം. നൂല് അവിടെ പുതിയ സ്പോണാണോ? അല്ലടാ, ആ കാട്ടുമുക്കി തന്നെ വീണ്ടും തന്നെ അതുകൊണ്ട് എൻ്റെ പൊട്ട വില്ലേജ്. വില്ലേജിന് വല്ല മാറ്റവും വന്നോ ഒന്നും അതുകൊണ്ടില്ല. ഭൂമി അല്ല, മറ്റേ ഗുഹയ്ക്കകത്തിരിക്കുന്നില്ല ടോർച്ച്. ഇത് ബ്ലാക്ക് സ്മിത്ത് തന്നെ നമുക്ക് അതിന് പോവാം. ഓ, ഈസി ആയിട്ടേക്കുന്നത് കാരണം പ്രശ്നമൊന്നും കാണത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ആദിദേവ് പറഞ്ഞ് എന്തുവാ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന വീഡിയോ ഇടുന്നീ, അത് കളിച്ചപ്പോൾ നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടിയെന്ന്. നോക്കുമ്പോൾ ശരിയാണ്. എത്ര 178 വ്യൂസ് എങ്ങാണ്ട് കിട്ടി. നമ്മൾ അയൺ പിക്കാക്സ് നേരത്തെ കിട്ടൂലെന്ന് തോന്നുന്നു. അയൺ പിക്കാക്സ് നേരത്തെ കിട്ടത്തില്ലായിരുന്നു. യെസ് സാർ. ഓ സാറേ, ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. സാറേ സാമ്പാറേ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ പോലും ഇല്ല. അതിന് മുമ്പേ നമുക്ക് അയണൊക്കെ കിട്ടി. പിന്നെ അല്ല, ഞാൻ ആരാ ഇവിടെ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിളെങ്കിലും എടുത്തിട്ട് താഴോട്ട് പോവാല്ലേ. നമ്മളിവിടെ പമ്മി നിന്നിട്ട് കാര്യമില്ല. ചോനെ വാട്ടർ ബക്കറ്റ് ക്ലച്ച് അല്ല, പക്ഷേ ഇവിടെ അയങ്കോളം ചേട്ടനുണ്ടല്ലോ. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വേണം നമുക്ക്. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ. അതിന് ഞാൻ കുറച്ച് വുഡ് ഇട്ടിട്ട്. അയ്യേ, ബെറിച്ച് ഒരാക്സ് ഉണ്ടാക്കിയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. തൽക്കാലം നമുക്ക് ഇൻവെൻറ്ററി പോയിട്ട് പ്ലാങ്ക്സ് ആക്കണം, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം, സ്റ്റിക്ക് ഉണ്ടാക്കണം, ചാടണം വെക്കണം, കയറണം. നമുക്കപ്പോൾ കാണാം സ്റ്റോൺ ആക്സ്, ബെസ്റ്റ് ആക്സ്. ഒരു രാത്രി ആയോടെ ഇതിൻ്റെ ഇടയ്ക്ക്
ഓടാ ഇതിൻ്റെ ഇടയ്ക്ക് രാത്രി ഒന്നും ആയില്ല. ഞാൻ പേടിച്ചു പോവും. എനിക്ക് രാത്രി ഇഷ്ടമല്ല മൈൻക്രാഫ്റ്റ്. ഞാനൊരു പാവം ചെക്കനെ. ഞാൻ എന്തിനു കാണിക്കണോ? ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടെടുത്ത് അങ്ങ് ചാടുക. അണ്ണാച്ചിയുടെ വീട്ടിൽ നിന്നും കുറച്ച് മൂട്ടിക്കുക. അണ്ണാച്ചി ഒന്നും തോന്നരുത്. അണ്ണാച്ചി എന്നോട് പൊറുക്കണം. Give me a meat. Yes sir. ഞാൻ വെജിറ്റേറിയൻ അല്ല. ചുമ്മാ ഞാൻ വെജിറ്റേറിയൻ. എന്തെങ്കിലുമൊക്കെ തിന്നു. യെസ് സർ. എൻ്റെ ഇൻവിറ്റോർ ഫുള്ള് അഴുക്ക് ചാല. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇത് രണ്ടായണിങ്ങിട്ട് രണ്ടായിട്ടിരിക്കുന്നു. അടുത്ത് ഇൻവെൻറ്റോറി വേടാ. ഓ ഇവിടെ ഇത്രയും വുഡ് ഇരിക്കുന്നു. ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യത്തെ നൈറ്റ് ഫുള്ള് നമുക്ക് വുഡ് കളക്ട് ചെയ്യാം. ഇത്രയും വുഡൊന്നും ആവശ്യം കാണത്തില്ല. പക്ഷെ നെതറിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഫുഡ് സപ്ലൈ ഭയങ്കര കുറവാണ്. നെതറിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒബ്സിഡിയൻ മൈൻ ചെയ്യണം. ഇവിടെ ഒബ്സിഡിയൻ മൈൻ ചെയ്യണം. 11 മിനിറ്റാണ് ഒരു ഡയമണ്ട് പിക്കാക്സ് വെച്ച്. മതിയുടെ കുറേ വുഡായി. എത്ര എണ്ണം ഉണ്ട് നോക്കാം. 29 വുഡുണ്ട്. ഇതിൽ കൂടുതൽ പേടിക്കാനൊന്നുമില്ല. യെസ് സാർ. നൈറ്റ് 1 തീരാറായി. എടാ ഉള്ളവൻ്റെ ഫുഡ് തോന്നുന്നു. അയ്യോ അതിൽ വീട്ടുകാരെ ഇരിക്കണം. ഞാൻ മാക്സിമം വുഡ് കളക്ട് ചെയ്യുക. ആദ്യത്തെ ദിവസം ഫുള്ള് വുഡിന് വേണ്ടിയുള്ള തെരച്ചില. ഇവിടെ വല്ല സ്കെൽട്ടണും ഉണ്ടെങ്കിൽ തീർന്നു. 42 വുഡുണ്ട്. ഇത് ഞാൻ ലോക അല്ല, ഇതിപ്പോൾ ലോകല്ലേ? 42 ലോഗ്. ഇനി നൈറ്റായില്ലേ? ഇനിയും വുഡുണ്ടല്ലോ ഇവിടെ. ഈ ആക്സിൻ്റെ പണി തീരുന്നവരെ ഞാൻ വെട്ടിക്കൊണ്ടേയിരിക്കും. ചെറുക്കൻ്റെ വീട് നശിപ്പിച്ചതിന് പ്രശ്നം. യോ എടാ, ഈ മൈൻക്രാഫ്റ്റിൻ്റെ മുമ്പ് ഫിസിക്സൊക്കെ ചത്തു. ഇതാ കണ്ട വാട്ടർ ലിറ്ററലി എയറിലാതിക്കുന്ന. മൈൻക്രാഫ്റ്റിൻ്റെ മുമ്പിൽ ഫിസിക്സൊക്കെ ഗ്രാവിറ്റി വരെ പോവും. ഗ്രാവിറ്റിയൊക്കെ ചത്തു ഫിസിക്സിൻ്റെ അല്ല മൈൻക്രാഫ്റ്റിൻ്റെ മുമ്പിൽ. യെസ് കിട്ടി. ഇവിടെ രാത്രി ആവാത്തതെന്നുള്ളതാ. ഇവിടെ ആണെങ്കിൽ വുഡ് കട്ട് ചെയ്ത് ഞാൻ ബോറടിച്ച്. ഇപ്പം എനിക്ക് എത്ര വുഡുണ്ട്? കുറേ ഉണ്ടല്ലോ. 55 വുഡ്. നല്ല ബെഡ്. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഇൻവെൻറ്റോറി ഞാൻ ഓർഗനൈസ് ചെയ്യട്ടെ. ഈ സീഡൊക്കെ ആർക്ക് വേണം? സീഡ് ഞാൻ കളയാൻ വെച്ചേക്കുക. ഇതൊക്കെ എൻ്റെ ഹോട്ട് ബാറിൽ ഇരിക്കട്ടെ. പിക്കാക്സ്, 3 പീസ് ഓഫ് ഫുഡ്. ഓക്കെ സെറ്റ്. നീയും എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. സിമ്മിയടാ. ഓ ഈ ഒന്നെടുത്തത് ഡീസ്പോൺ ആവുന്നതിനുണ്ട്.
ഇന്ന് കുറേ പണിയെടുത്ത് ഇന്നത്തെ ശമ്പളം കിട്ടാൻ ഇതങ്ങോട്ട് കൊണ്ടുപോയി കോമ്പോസ്റ്റർ. അവിടെ ജോലിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജോലി ഞാൻ മുക്കി. അയ്യേ സ്ക്രിപ്റ്റ് ലോഗ് എടാ ഇതിനകത്ത് ഏതോ ഒരു വീടി ലൂട്ടുണ്ട് വീണ്ടും. ഇതല്ലല്ലോ ഒരു ഗോൾഡനുള്ള വീട്ടിൽ. എടാ അതാ ഇത് ഒരു വീട്ടിൽ ലൂട്ടുണ്ടാ. അത് പഴയ മാപ്പിലായിരുന്ന. തോണ്ട് ആ വീട് ഇതിൻ്റെ ബാക്കി ഹേവയിലും ഉണ്ട്. ഹേവയിലുണ്ടല്ലോ. തോണ്ട് ഈ വീടാ. ഈ വീട്ടിനകത്താണ് ലൂട്ടുള്ള. അതിനകത്ത് ഒരു ചെസ്റ്റ് ഉണ്ട് ഞാൻ കണ്ടായിരുന്നു. യെസ് അയ്യ ലെതർ ബൂട്ട്സ് ആർക്ക് വേണം? ലെറ്റ് മീ വെയർ സം പാൻസ്. ഈ സീഡ് എടുത്ത് കളയടാ. കുറച്ച് ആർമുണ്ട്. ഹേവയില് രാത്രിയാവുന്നു. ഈ വീട്ടിൻ്റെ പുറകില. തന്നെ യെസ്. ഓ വേണ്ട, ആയങ്കോളം ചേട്ടൻ വല്ലതും വന്ന് അടിച്ചു കൊല്ലി. ഇവിടെ എന്ത് പ്രശ്നമാണ്? വാ രാത്രി ആകത്ത എന്താ? രാത്രി ആയില്ല. ഇതൊരു സ്റ്റോർമാ, തണ്ടർ സ്റ്റോർമാ. You can only sleep at night or during thunderstorm. ഓ അങ്ങനെ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ തണ്ടർസ്റ്റോം ആകുമ്പോൾ ഇരിക്കുന്നു. ഓ ഇത്രയും വലിയ സൺസെറ്റ്. ഞാൻ കളിക്കുന്ന ജാവയാണോ? ജാവയിൽ ഇങ്ങനത്തെ സൺസെറ്റ് തോന്നുന്നു. കളിക്കുന്ന ജാവയാണോ എന്തോ അറിഞ്ഞൂടെ. ബെഡ്റോക്ക് ആണെന്ന് തോന്നുന്നു. ബെഡ്റോക്ക് ആണെങ്കിൽ ആർമർ സ്റ്റാൻഡിലെല്ലാം കൈയും കാലും കാണും. ജാവയ്ക്ക് കൈ കാണൂല, കാലും പുറകൊക്കെ കാണും. ഫുഡ് ഒരു വർഷത്തേക്ക് എനിക്ക് ഫുഡിനെ പറ്റി പേടിക്കാൻ വേണ്ട. യമീ. നമുക്ക് അതിന് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം. ഓക്കെ ഇടറാ ഇങ്ങോട്ട്. ഫുഡ് ഇടറാ. നെക്കി പിടിച്ചാൽ മതി. നെക്കി പിടിച്ചാൽ മതി. പല സ്കെൽറ്റനും വന്ന് എറിഞ്ഞു വല്ല ഇടുമെന്ന് തന്നെ. എത്ര സ്റ്റാക്സ് ഓഫ് ബ്രെഡ് വച്ചുണ്ട്. എൻ്റെ പകുതി ഇങ്ങോട്ട് വിട്. രണ്ട് ഇങ്ങോട്ട് കൊടുക്കുക. 8 12 കുറച്ചേ കിട്ടത്തോളൂ. ഇവിടെ 5 ഇരിക്കുന്ന വീണ്ടും. കറക്റ്റ് 51. പിന്നെ അല്ല ഇവിടെ അതെന്ത് ക്യൂട്ടാടാ. പോട്ട്. ഞാനപ്പോൾ ആ ഹേബിയിലും കൂടെ മോഷ്ടിച്ചോട്ട്. ഇൻഫിനിറ്റ് ഫുഡ് അരിയണം. യെസ് സർ. ടോർച്ച് കിട്ടി.
എൻ്റെ എന്തുവാ ഇൻവെർട്ടോറി ജങ്ക, ഫുള്ള് ജങ്ക. കണ്ടാലേ അറിയാം എൻ്റെ ഇൻവെർട്ടോറി ഫുള്ള് ജങ്ക. ഞാൻ ഈ ജങ്ക് മാറാനായിട്ട് യെസ് സാർ 10 ടോർച്ചുണ്ട്. വൗ മൈ ബ്യൂട്ടിഫുൾ ആർട്ട്. എൻ്റെ കലാകാരിത നൈസ്. ഇതെല്ലാം ഈക്വലായിട്ട് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യടാ. മതി 66 ഉണ്ടേ. എന്നാലും ഫുഡ് സപ്ലൈ അല്ലേ, കുറച്ചിരിക്കട്ടെ. ഫുഡ് ഫുള്ളായിരിക്കണം. ഇതെടുത്ത് കളയാൻ. ബൈ ബൈ വീറ്റ്. ഇത് ഞാൻ തിന്നാൻ എടുക്കാം. ഞാൻ ഇപ്പോൾ തിന്നാം. എൻ്റെ ആക്സ് ഇപ്പോൾ പൊട്ടാറായി. മൈനിങ്ങിന് പോവാ നമ്മൾ. നമുക്ക് എവിടെ ഇറങ്ങാം? ഒരു കേവ് ഉണ്ടെങ്കിൽ സുഭാഷ്. ഇവിടെ മണ്ടയിൽ അയൺകോളുണ്ടോ? എനിക്ക് കൊല്ലണമെന്നുണ്ട്. പാവം ചങ്ങാതി അവിടെ ഇരിക്കട്ടെ. ഇപ്പം ഇങ്ങോട്ട് ഞാൻ ഡിക്ക് ചെയ്താൽ നേരെ ആ വെള്ളത്തിൽ പോയി. ശിവ ശിവ. വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടൊക്കെ ഡിക്ക് ചെയ്യുക. വേറെ എവിടെ ഒരു കേവ് ഉണ്ട്. നമ്മൾ ഈസി അല്ലേ ഇട്ടേക്കുന്ന. ഞാൻ എൻ്റെ ഹെഡ്ഫോൺസ് ഊരി. ഇത്ര സൗണ്ടാ. അപ്പം നേരെ നമുക്ക് താഴോട്ട് പോകാൻ. ഇവിടെ പോടാ. ഇതൊക്കെ കാക്കയ്ക്കൊക്കെ ഇത്രയും പോയോ? നമുക്ക് നേരെ താഴോട്ട് തന്നെ സ്റ്റോൺ എത്തി. ഇവിടെ എനിക്കൊരു പേടി. നമുക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, അടയ്ക്കണ്ടായിരുന്നു. ഒന്നും കാണാൻ വയ്യ. ടോർച്ച് കേടാ അപ്പുറത്ത്. അടയ്ക്കണ്ട കേട്ടോ, തുറന്ന് തന്നെ ഇരിക്കട്ടെ. മൈൻഡ് ചെയ്യാം അങ്ങോട്ട്. കുറേ കപ്പിൾ സ്റ്റോൺ ഇല്ല. കബിൾ സ്റ്റോൺ. ഡയമണ്ട്. കോളായിരുന്നു. ഡയമണ്ട്. കോളിനെ കണ്ടിട്ടാ സത്യം പറയുന്നത്. കോൾ എടുത്തേക്കല്ലേ. എക്സ്പി. എന്തുകൂടി ഇത് എത്ര വലിയ വെയിൽ കോളിൻ്റെ. കോൾ ആർമർ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ. കോപ്പർ ആർമർ ഉണ്ടേ. ഫുൾ സെറ്റ് ഓഫ് കോപ്പർ ആർമർ കിട്ടാം. കോപ്പർ കിട്ടിയാൽ നമ്മൾ ലെഹിം കുക്ക് ദ കോപ്പർ. ഇത്ര വലിയ വെയിലറ ഇത്. എടാ രസമാണോ? എടാ ഒരു TNT ഇട്ട് പൊട്ടിച്ചാലാ. ഇത് രസാടാ. എൻ്റെ പിക്കാക്സി ഫോർച്യൂൺ ഒന്നും ഇല്ലല്ലോ. ഇത്രയും ഗോള് കിട്ടുന്നത് എങ്ങനെ? ലക്ക് ഓഫ് ദ സീ ഉണ്ട് എനിക്ക്. യോളാ കുക്കി കോഡ് വല്ല എൻ്റെ ഇത് ജോയിൻ ചെയ്തിട്ട് ഡോക്ടർ ഡോണിറ്റ് വല്ല എൻ്റെ ജോയിൻ ചെയ്ത അവൻ കോളിന് വേണ്ടി എക്സ്റേ ചെയ്യുവാണെന്ന് പറയും. ഇവിടെ തീർന്നടാ. ഇനി ഇങ്ങോട്ടുണ്ടോ? ഒരു സ്റ്റാക്ക് കോള് വല്ലതും കിട്ടും. ഇവിടെ ഇത് തീരുന്നില്ലടാ. മതിയടാ. ഈ മൈൻ എൻ്റെ കോൾ മൈന
കോൾ മൈനിന് വേണ്ടി ഒരു ഡയറക്റ്റ് ഇരിക്കട്ടെ. ഞാൻ അങ്ങോട്ടേക്ക് പോകണ്ട, താഴോട്ടാണ് മണ്ടല്ലോ. താഴോട്ട് എൻ്റെ ഒരു ടോർച്ച് അവിടെ ഇരിക്കുക, അത് പ്രശ്നമില്ല. അതായത് കുറേ നേരം കൊണ്ട് ഞാൻ ഇങ്ങനെ താഴോട്ട്. ഇതെന്താന്ന് പറയുന്നത്? ഡേട്ടാ ഡേട്ടാ ഇവിടാ. എവിടാണെന്ന് സത്യത്തിൽ ആൻറ്റിസൈറ്റ് ആണ്. അത് ഡയറി ഈ കവർ ചെയ്ത് കേട്ടോ. എന്തോ ഗ്രനേഡാ. ഇതൊക്കെ നമ്മളുടെ ഇൻവെന്ററി ഫുള്ളാക്കുന്ന സാധനങ്ങളാണ്. സ്ട്രൈറ്റ് അടിക്കുക. ഡേർട്ടൊക്കെ ഇത് ഡയറിയാണ്. കോപ്പർ. ഓ മൈ ഗാഡ്, കോപ്പർ. കുറച്ച് സമയം ഞാൻ ഇവിടെ തന്നെ ആണ്. കോപ്പർ ആർമർ. കോപ്പർ ഇത്രയുള്ള കോപ്പർ തീർന്നില്ലടാ. കണ്ടോ കോപ്പർ ഉണ്ടോ മോനെ? കോപ്പർ ഉണ്ടതാ മോനെ. അവിടെ ബെഡിരി കുറച്ച് സമയം സ്മെൽറ്റിങ് ചെയ്യുക. Okay. Oh my god. അത്രയുള്ള മക്കളെ. Yes sir. ഇതുവരെ ഹങ്കർ പോയില്ല, അതാണ് അതിശയം. ഞാൻ ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കുന്നു. ഈ 1000 ഇതിൻ്റെ പോലെ അവസാനം സ്റ്റോൺ പിക്കാക്സിൻ്റെ ഒരു മേള തന്നെ വരും. ഭാഗ്യ സ്റ്റിക്ക് കുറവായത്. എടാ ഇത് ഫുൾ അടിച്ചിങ്ങോട്ട് കേടാ. എൻ്റെ ഈ വുഡെല്ലാം പ്ലാങ്ക്സ് ആയി. എനിക്ക് പിടിയിടാ. എത്ര സ്റ്റാക്ക് വരും? മതി. ഈ 34 എടുത്ത് കുറച്ച്. ബട്ടൺ വേണ്ട. ബട്ടൺ ഓടോ. ഞാൻ ഒരു ബട്ടൺ ഉണ്ടാക്കി. ബട്ടൺ സ്കാമാണ്. ചുമ്മാതെ ബട്ടൺ ഫുള്ള് സ്കാമാണ്. ഓക്കെ യൂസ്ലെസ് തിന്നിൻ്റെ ഗോൾഡ്. എനിക്ക് കോപ്പർ ആർമർ ഉണ്ടാക്കാം. കോപ്പർ ഹെൽമെറ്റ്. യെസ് സാർ. എന്താണ് ഞാൻ വെയർ ചെയ്ത ഓൾറെഡി. വെയർ ചെയ്ത്. കോപ്പർ ആർമറിന് എത്ര? 2 ആർമർ. ഓക്കെ. ലെതർ പാൻറ് 2 ആർമർ. ഈ അയൺ ബൂട്ട്സ് 2 ആർമർ. ഇത് ഫുള്ള് 2 ആർമർ. എൻ്റെ സ്ലീപ്പി. ഇത് ഫുള്ള് കോപ്പറിലെ ബെസ്റ്റൊന്നും അല്ല അത്ര. തൽക്കാലത്തേക്ക് ഇതൊക്കെയാണ് ബെസ്റ്റ്. അതോടെ കോപ്പർ ഷോട്ട്സ്. ചെസ്റ്റ് പ്ലേറ്റ് ഇങ്ങനെ കണ്ടായിരുന്നു. നല്ല ഇവിടെ ഇങ്ങനെ കോപ്പർ. എടാ കോപ്പർ ഇതൊക്കെ ഉണ്ടോ? എടാ ഒരു ഇങ്കറ്റും കൂടെ വേണം. കോപ്പർ ഇതുണ്ട് മറ്റേ ഇല്ല അത്. ഈടായാലും മറ്റേ സാധനം കൂടാ. അയൺ ബാറില്ലേ, അതിൻ്റെ കണക്ക് കോപ്പറുണ്ട്. കിടിലം. കോപ്പർ വെച്ചാൽ കുറേ കളി ഉണ്ടാക്കി. കോപ്പർ ചെസ്റ്റ് പ്ലേറ്റ് അക്കോട്. ഇനി എനിക്ക് 2 എണ്ണം ഇതേപോലെ വേണം.
കോപ്പർ ബൂട്ട്സിന് എത്ര ആർമറാണെന്ന് നോക്കട്ടെ ആദ്യമേ. എത്ര ആർമറോ കോപ്പർ ബൂട്ട്സ്? 1 ആർമർ. അതുണ്ടാക്കണ്ട. ഫുൾ ആർമർ ഫുള്ള് ഇതെല്ലാം ഫുള്ളായി. കോപ്പർ ലെഗിങ്സിന് എത്ര? 3 ആർമറോടാ. ഉണ്ടാക്കാം. കോപ്പർ ലെഗിങ്സ് ഉണ്ടാക്കാം. ഇങ്ങനെ ലെഗിങ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരെണ്ണം കൂടെ ഷോർട്ടാണ്. യെസാ, ലെഗിങ്സ് ഉണ്ടാക്കി. സ്വാപ്പ് ഈ ലെഗിങ്സിന് ബൈ. ഞാൻ തിരിച്ചെടുക്കത്തില്ല. ബേൺ ചെയ്തോളാം. മതി കോപ്പർ ചെയ്ത് ഇങ്ങോട്ട് പോയി. കോപ്പർ റോഡ് എങ്ങനെ ഉണ്ടാക്കുന്നു? ഇവിടെ കോപ്പർ 5 അറ്റാക്ക് ഡാമേജ്, 4 അറ്റാക്ക് ഡാമേജ്. ഇവിടെ കോപ്പർ ഭയങ്കര ഇതായി കേട്ടാ. കോപ്പർ സോഡ് ഉണ്ടാക്കിയേക്കാം. കോപ്പർ അങ്ങ് വളർന്നു പോയി. കോപ്പർ ഫർണീസ്. മൈനിങ്. ഇവിടെ എൻ്റെ ഓർമ്മയ്ക്ക് ബട്ടൺ ചെയ്ത് ഇരിക്കട്ടെ. എടുത്ത് എൻ്റെ ഇൻവെൻ്ററിയിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിക്കട്ടെ. ഇത് ഹോട്ട് ബാർ ഇരിക്കട്ടെ. എൻ്റെ അയൺ പിക്ക് ഇവിടെ ഇരിക്കട്ടെ. അയൺ പിക്കേക്സ്. ഈ ഡയറിയറ്റ്. ഇവിടെ എനിക്ക് ടോർച്ച് കുറവാകട്ടെ. ഞാൻ കുറച്ച് ടോർച്ച് ഉണ്ടാക്കട്ടെ. അപ്പോൾ എനിക്ക് ടോർച്ച് ഉണ്ടാക്കണം. അത് തന്നെ. 1 2 3 മതി. ഇൻവെൻ്ററി ഫുള്ള് ഇതാവും കപ്പിൾ സ്റ്റോൺ. ഇവിടെ ഇത് എത്ര നേരം കൊണ്ട് ഞാൻ മൈൻ ചെയ്യുന്നറാ. സ്ട്രിപ്പ് മൈനിങ് എല്ലാം ചെയ്താലേ. ഇത് ഡാർക്കായി തുടങ്ങിയത്. ഇവിടെ മാഗ്ന ഇതൊക്കെ ഉണ്ട്. എവിടാ അല്ലടേ ഇത് സോൾഫർ ഭയമെന്ന് ആണ്ടാ. ഇത് സോൾഫർ ഭയമാണ്. ഇങ്ങോട്ട് സ്ട്രിപ്പ് മൈൻ ചെയ്ത് നോക്ക്. പുതിയ സോൾഫർ ഭയം തൊട്ട് താഴെ തന്നെ. എൻ്റെ മൈനിത് ഇവിടെ ബെഡ് റോക്കിൽ തട്ടാറാന്ന് തോന്നി. ഡീപ്സിലേ പോവാണോ? തന്നെ ഡീപ്സിലേ എത്തിയത്. ഇല്ല നോർമൽ സ്റ്റോണാ. എന്നാലും ഞാൻ ഇവിടെ മൊത്തമൊന്നും പ്രതീക്ഷയില്ല. സോൾഫർ ഭയം കഴിഞ്ഞ കേട്ടാ. അവിടെ ഒരു സോൾഫർ ഭയം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ച് ഡയമണ്ടൊക്കെ കിട്ടണം. ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഈ ഉള്ള കോപ്പർ നമ്മളാളെന്ന് നോക്കിട്ട് നമ്മളാളെങ്ങനെ അയൺ ബൂട്ട്സും ബാക്കിയെല്ലാം കോപ്പറും നല്ല സെറ്റ്. 3 കൊല്ലം കൊണ്ട് മൈൻ ചെയ്യുക. 6 മണിക്കൂർ കൊണ്ട് ഈ മൈനില്ല. എൻ്റെ പിക്കാക്സ് ഇപ്പോൾ പൊട്ടും.
പൊട്ടിയാൽ എന്താ? ഓ തോന്നോ കേട്ടോ. ആ ടോർച്ചിനുണ്ട് അവിടെ വെച്ചേക്കുന്നു. എന്ത് കഷ്ടമാണ്. ഇവിടെ ഫുള്ള് ഡാർക്ക്. പൊട്ടി ഫുള്ള് പൊട്ടും. എത്ര ഡ്യൂറബിലിറ്റി ആണോ എന്തോ. എത്രടാ ഡ്യൂറബിലിറ്റി കാണിക്കത്തില്ലേ? പൊട്ടിയാ ഇവിടെ എൻ്റെ ഇൻവെൻറ്ററി ഫുള്ളാണ്. എൻ്റെ ഇൻവെൻറ്ററിയിൽ എന്തൊക്കെയത്? അല്ല എൻ്റെ പൊട്ടിയില്ല പൊട്ടിയില്ല. ഇനിയുണ്ട് 3 അറ്റാക്ക് ഡാമേജ്. നൈസ്. പൊട്ടി. തന്നെ ഇപ്പം നല്ലതുണ്ടാക്കണം. കോപ്പർ കൊണ്ട് വല്ല ഉണ്ടാക്കിയല്ലോ. ഇവിടെ ഒരു പിക്കാക്സ് ഉണ്ടാക്കറ അങ്ങോട്ട്. ഉണ്ടാക്കി പൊട്ടിച്ച് ഇൻവെൻറ്ററിയിൽ ഇരിക്കട്ടെ. അതെ ഇതിരിക്കട്ടെ. സ്റ്റിക്ക് ഇരിക്കട്ടെ. എൻ്റെ ഇൻവെൻറ്ററിയിൽ എന്തൊക്കെയാണ് ഉണ്ട്. അതിന് പൊട്ടിയിടാ. അത് തന്നെ അതാവുന്നു. ചൂടായി. ഈ സോൾഫർ വയറിൽ കിടന്ന് കുറേ നേരം ഇങ്ങനെ ഇതാവുക. ഇതോ ഡീപ്സിലെത്തി. ഇവിടെ ഇപ്പോഴും ഡയമണ്ട് കണ്ടുപിടിച്ചില്ലെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇവിടെയൊക്കെ നമുക്കിതാ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ചാടാൻ പോണു. എന്ത് കഷ്ടം. അവിടെ ഡീപ്സിലെത്തിയിട്ടും ഡയമണ്ടും കണ്ടുപിടിച്ചില്ല, അയണും കണ്ടുപിടിച്ചില്ല. ഈ ഡിഗിങ് സ്ട്രെയിറ്റ് ഡൗൺ ഇത് ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ സ്ട്രിപ്പ് മൈനിങ് ചെയ്യാം. സ്ട്രിപ്പ് മൈനിങ് പോവാം. സോൾഫർ ബയോ മാറിയത്. സോൾഫർ ബയോ മാറി നോക്കാം. വല്ല പേരിൽ എത്തിച്ചേരും മിക്കവാറും. ലാപ്പസ് ലുസിലി. ഓ മൈ ഗോഡ്. ഇത് മൈൻഡ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ അയൺ പിക്കാക്സ് ഞാൻ ഉറങ്ങുന്നുണ്ട്. ഇത് റിസ്ക്കും ചെയ്യുന്നില്ല ഞാൻ. ഇപ്പം മൈൻഡ് ചെയ്തിട്ട് വെറുതെ നമുക്ക് അതിൻ്റെ ഇപ്പുറത്തൂടെ പോവാം. ലാപ്പസ് ലുസിലി. ഇവിടെ ലുസിലി ഉണ്ട്. ഞാൻ വിചാരിച്ച് ബാസ്റ്റീരിയ പോലെ ഉണ്ട് കണ്ടിട്ട്. ഓ മൈ ഗോഡ്. ഉണ്ട് കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയില്ല. ഇതെടുത്തുണ്ട് ഓടിയേ. ഇതെന്തൊരു കഷ്ടോടെ. കുറച്ച് മണ്ടയിലോട്ട് പണി ചെയ്താലോ. ലാവ വരല്ലേ. ഓ നോർമൽ സ്റ്റോണോ? അല്ല, ഡീപ് സ്ലേ അത്. സ്ട്രിപ്പ് മൈനിങ്ങിൽ ഒരു കാര്യവും ഇല്ല. ഇതാ അടുത്ത സോൾഫർ ബയോം. അതൊന്ന് പൊട്ടിച്ചു വേണം കിട്ടുമായിരിക്കും. ഇജി കിട്ടും. നോക്കോ. ആൻഡ് ലക്കിയസ്റ്റ് മാൻ അവർ ലിവിങ്. ഇത് ഉറപ്പാണ് കിട്ടും. ഇതെന്നാലും കിട്ടും. ഇതിലെങ്കിലും
ഇതിലെങ്കിലും ഇതിലെങ്കിലും ഇതിലെങ്കിലും കിട്ടിയടാ. അതും രണ്ടെണ്ണം. ഓ yes sir. Now we go finish. ഒരെണ്ണം മതി. ഇനിയാണ് നമ്മൾ കളി തുടങ്ങാൻ പോണം. എല്ലാം കത്തിച്ചു വിടുന്നു. ഈ ഫ്ലിൻ്റെ കൈ ഇരിക്കട്ടാ. ഇതിൻ്റെ പവർ ഇരുന്ന് നമുക്ക് എടുക്കാം. ഇവിടെ നാച്ചുറൽ ഫയർ കാണും. ഫയർ 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 ഓ ഫയർ ഫയർ ഇവിടെ നിറച്ചതായിരിക്കും. ഓടിവാടാ ഓടിവാടാ കണ്ണ. എൻ്റെ ഹങ്കർ ഫുള്ളാണ്. ഇവിടെ ഫയർ കേട്ട് ലൈറ്റ് സോഴ്സ് ഇൻഫിനിറ്റ്. കുറേ നേരം കൊണ്ട് ഈ സോൾഫർ ബോയ് എത്ര കണ്ടുപിടിച്ചത്? ഇങ്ങോട്ടെല്ലാം മൈൻഡ് ചെയ്ത് നോക്കുക. എൻ്റെ ഇൻവെൻ്ററി ഫുള്ളായി. ഇല്ല എൻ്റെ കയ്യിലിപ്പോൾ ഫയർ ഇല്ലേ. ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. ജീനിയസ് എല്ലായിടത്തും കളയാൻ പോവാ. ഇത്രയും കൊപ്പിൾ സ്റ്റോൺ എന്തിനാണോ? ഈ ഡയറിയ ഡേർട്ട് ഇത് ഈ ഡീപ് സ്ലേ ആണ് അത്. ജീനിയസ്. ഇതൊന്നും ബേണായില്ലെന്ന് തോന്നുന്നു. ആ ബേണായി ബേണായി. അയൺ ഫൈനലി. മണ്ടയിലോട്ട് നോക്കിയത് കാര്യം ഒറ്റൊരു പീസ് അയണാ. ഒറ്റൊരു പീസ് ഒരിക്കലും വീഴത്തില്ല. അയ്യോ 3 പീസസ് ഓഫ് അയൺ. ബ്ലം 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 ബ്ലം. ആണ് ഇതേ തന്നെ ഇൻവെൻ്ററി. എടാ ഇതെന്ത് കഷ്ടമാണ്. എങ്ങും എത്തിയില്ല. ഇതെനിക്കൊരു ലാവ തന്നെ. ഗോൾഡ് കറക്റ്റ് ഗോൾഡ്. എൻ്റെ പിക്കാക്സ് പൊട്ടാറായി. എൻ്റെ രണ്ടാമത്തതാ പൊട്ടി. പിക്കാക്സ്
ഇവിടെ മാറോ മാറോ ഫയർ എടുക്കടാ. You died. Push. എൻഡർമാൻ്റെ കണ്ണ് നോക്കിയാൽ എൻഡർമാൻ എവിടെയെങ്കിലുമൊക്കെ ഒളിയുന്നു. നിന്റെ കണ്ണിലാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് കുറച്ച് പാർക്കൊക്കെ പോകാൻ. ഹായ്. ഇവിടെ സൂര്യൊക്കെ ഉണ്ടോ? ഞാൻ റിവെഞ്ച് എടുക്കും ഇപ്രാവശ്യം. ഇവിടെ നല്ല ഉണ്ടോ? ഇവിടെ അതെൻ്റെ എൻ്റെ മോനെ എനിക്ക് കൊല്ലിങ്ങനെ ഒരു ഷിപ്പൊക്കെ ഉണ്ടോ? ഹായ് ഡ്രോൺ ചേട്ടാ. ഓ അയ്യോ ഒരു ഷിപ്പൊക്കെ ഉണ്ടോ? സണ്ണി ഡ്രോൺ നമ്മളപ്പ ചത്ത് 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 ഇവിടെ നോട്ടിലസ് ഉണ്ടോ? അവിടെ എനിക്കൊരു ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മളപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പുതിയൊരു ഇതിൽ സ്പോൺ